ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു ഈസി ബ്രെഡ് മിൽക്ക് കേക്കാണ്. ഇത് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനു വേണ്ടി ഒരു മിക്സിയുടെ ജാറിലേക്ക് 4 സ്ലൈസ് ബ്രെഡ് ചേർത്ത് ഇതൊന്ന് പൊടിച്ചെടുക്കാം. ഇനി ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി ഒരു പാനിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് ഇതൊന്ന് കാരമൽ ചെയ്തെടുക്കാം. ഇതുപോലെ ഒരു ബ്രൗൺ കളറായി വരുമ്പോൾ ഇതിലേക്ക് 1 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. പാല് ചേർത്ത് 2-3 മിനിറ്റ് നേരം ഒന്ന് പാല് തിളപ്പിച്ചെടുക്കുക. അപ്പോഴേക്കും കാരമൽ ചെയ്ത പഞ്ചസാരയെല്ലാം അതിലേക്ക് അലിഞ്ഞ് ചേർന്നിട്ടുണ്ടാകും. ഇനി ഈ കാരമൽ മിൽക്ക് ഒന്ന് മാറ്റി വെക്കാം. ഇനി വേണ്ടത് ഒരു പാൻ എടുത്ത് അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക. അതൊന്ന് മെൽറ്റായി വരുമ്പോൾ അതിലേക്ക് നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള ബ്രെഡ് ക്രംസ് ചേർത്ത് കൊടുക്കുക. ഇനി ഇത് 3-5 മിനിറ്റ് നേരം ഒന്ന് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. ലോ ഹീറ്റിൽ വേണം റോസ്റ്റ് ചെയ്തെടുക്കാൻ. ഇതിപ്പോൾ 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 5 ടേബിൾ സ്പൂൺ പാൽപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ പാൽപ്പൊടി സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഈ സമയത്ത് വേണമെങ്കിൽ കുറച്ച് ഏലക്കാപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. പാൽപ്പൊടി ചേർത്തതിന് ശേഷം 1 മിനിറ്റ് നേരം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള കാരമൽ ചെയ്ത പാല് ഒഴിച്ചു കൊടുക്കുക. പാലൊഴിച്ചതിന് ശേഷം കൈയെടുക്കാതെ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. പാലെല്ലാം വറ്റി വരുന്നത് വരെയാണ് ഇളക്കി കൊടുക്കേണ്ടത്. പാലെല്ലാം പെട്ടെന്ന് വറ്റിക്കിട്ടും, അധിക സമയമൊന്നും എടുക്കില്ല. ഇതുപോലെ പാനിൽ നിന്ന് വിട്ട് വരുമ്പോൾ സ്റ്റവ് ഓഫ് ചെയ്ത് ഏത് പാത്രത്തിലാണോ സെറ്റ് ചെയ്യുന്നത് അതിലേക്ക് മാറ്റി കൊടുക്കുക. ഇനി ഇത് 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്യാവുന്നതാണ്. 1 മണിക്കൂറിന് ശേഷം ഇത് ഡീമോൾഡ് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സൊക്കെ വെച്ച് ഒന്ന് ഗാർണിഷ് ചെയ്യാവുന്നതാണ്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ബ്രെഡ് മിൽക്ക് കേക്കാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്കുകൾ താഴെ കമൻറ്റായി അറിയിക്കൂ. ഇതുപോലെയുള്ള സിമ്പിൾ റെസിപ്പീസിനായി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കല്ലേ. നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ഫ്രണ്ട്സ്.